വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും മറ്റൊരു ഭഗവത്ഗീത യഥാരൂപം ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അധ്യായം 5 കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം എന്നുള്ള അധ്യായത്തിൽ നിന്ന് 29ാമത്തെ ശ്ലോകം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. മിക്കവാറും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ളൊരു, നന്നായിട്ട് അറിയുന്ന ഒരു ശ്ലോകമാണ്. അതാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് നോക്കാം. 5-29 അല്ലെ, 29ാമത്തെ ശ്ലോകം. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. ഭോക്താരാം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും ദേവന്മാരുടെയും സർവ്വലോകങ്ങളുടെയും അധിപനും എല്ലാ ജീവികളുടെയും സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമെന്ന് ആണ് ഞാനെന്ന് മനസ്സിലാക്കിയ തികഞ്ഞ കൃഷ്ണാബോധമുള്ള വ്യക്തി ഭൗതിക ക്ലേശങ്ങൾ ഒഴിഞ്ഞ് ശാന്തി നേടുന്നു. നമുക്ക് ഒരുപാട് ആശ്വാസം തരുന്ന ഒരു ശ്ലോകമല്ലേ അത്? അപ്പൊ നമുക്ക് അതിന്റെ ഭാവാർത്ഥം നോക്കാം. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. ഭാവാർത്ഥം: പ്രപഞ്ചത്തിൽ മായാശക്തിയാൽ ബദ്ധരായി തീർന്ന ജീവാത്മാക്കൾ എല്ലാം തന്നെ ശാന്തി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിന് വേണ്ടുന്നത് എന്തെന്ന് അവർക്ക് അറിഞ്ഞുകൂടും. അതാണ് ഇവിടെ ഭഗവത്ഗീത പ്രഖ്യാപിക്കുന്നത്. ശാന്തി നേടാനുള്ള ശ്രേഷ്ഠമായ വഴി ഇതാണ്. മാനുഷിക പ്രവർത്തനങ്ങളുടെ എല്ലാം ലക്ഷ്യം കൃഷ്ണ ഭഗവാൻ. സർവ്വലോകങ്ങളുടെയും തദ്വാസികളായ ദേവന്മാരുടെയും അധിപതിയായ സർവോത്കൃഷ്ടനായ അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ സേവനത്തിനായി മനുഷ്യർ തങ്ങളുടെ സർവസ്വവും അർപ്പിക്കണം. എല്ലാ ദേവന്മാരെക്കാളും ശ്രേഷ്ഠനാണ് കൃഷ്ണൻ. അദ്ദേഹം ദേവസത്തമന്മാരായ ബ്രഹ്മാവിനും ശിവനും ഉപരിയത്രേ. തമീശ്വരാണാം പരമം മഹേശ്വരം എന്നാണ് വേദങ്ങൾ ഘോഷിക്കുന്നത്. ഭഗവാനെ വാഴ്ത്തുന്നത്. മായാമോഹിതരായ ജീവാത്മാക്കൾ തങ്ങൾ ചുറ്റും വീക്ഷിക്കുന്ന എന്തിന്റെയും അതീശ്വരത്തിന് ആഗ്രഹിക്കുന്നു. എന്നാൽ ഭഗവാന്റെ ഭൗതിക ശക്തിക്ക് അധീനരാണ്. ഭൗതിക പ്രകൃതിയുടെ നാഥനാണ് കൃഷ്ണൻ. ബദ്ധരായ ജീവാത്മാക്കൾ ഭൗതിക പ്രകൃതിയുടെ കർക്കശ നിയമങ്ങൾക്ക് അധീനരും. ഈ നഗ്നസത്യം മനസ്സിലാക്കാതെ ഈ ലോകത്തിൽ ആർക്കും ഒറ്റയ്ക്കോ കൂട്ടായോ ശാന്തി നേടാൻ കഴിയില്ല. കൃഷ്ണാബോധത്തിന്റെ പൊരുൾ ഇതാണ്. കൃഷ്ണ ഭഗവാനാണ് പരമാധികാരി. ദേവന്മാരുൾപ്പെടെ എല്ലാ ജീവാത്മാക്കളും അദ്ദേഹത്തിന്റെ ആശ്രിതരും. തികഞ്ഞ കൃഷ്ണാബോധം കൊണ്ട് പൂർണ്ണ ശാന്തി ലഭിക്കൂ. ഓമച്ചനത്തിമിരന്തസ്യ ജനാഞ്ചനാശലകയാ ചക്ഷുരന്മേലതുമനസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസാദ ബുദ്ധിലെ ശ്രീമതി ജയപതാക സ്വാമി നാമിനി നമാചാര്യപതായ ചക്രവർത്തി ഗുരുഗുരുതാമധാരണ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസാദ ബുദ്ധിലെ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി നാമിനി. നമസ്തേ സരസ്വതി ദേവി ഗൗരിവാണി പ്രചാരണി നിർവിശേഷി പാശ്ചാത്യ ദേശധാരണി. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासारि गौर भक्तवृंद. हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. हरे कृष्ण. भोक्ताराम यज्ञ तपसाम सर्वलोक महेश्वरम सुहृदम സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. ഒരുപാട് ആൾക്കാർക്ക് പല സംശയങ്ങളും ഉണ്ട്. അതിവിടെ ഭഗവാൻ വളരെ ക്ലിയർ ആക്കി തരികയാണ്. അല്ലെ, നമുക്ക് വേണ്ടതും അത് തന്നെയല്ലേ. നമ്മുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കും. അപ്പോ ഈ ലോകത്ത് എന്ത് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഏതൊരു പ്രവർത്തനത്തിന്റെയും, പ്രത്യേകിച്ച് നല്ല പ്രവർത്തനങ്ങളുടെ, അതിനെല്ലാത്തിനും ഫലമുണ്ട്. അല്ലെ, നമുക്ക് പുണ്യം കിട്ടും. ഇവിടെ അതിനെ യജ്ഞ തപസ എന്ന് പറയും. യജ്ഞവും തപസ്സും, അല്ലെ, തപസ്യയും അത് നല്ലതാണ്. അവ പുണ്യപ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, പുണ്യപ്രവർത്തനങ്ങളുടെ എല്ലാ ഫലങ്ങളും ആസ്വാദകൻ ആരാണ്? ഞാനാണ്, ഭഗവാൻ കൃഷ്ണനാണ് എന്ന് ഭഗവാൻ പറയാം.
ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരൻ. ഭഗവാൻ എല്ലാ ഗ്രഹങ്ങളുടെയും ഉടമസ്ഥനാണ്. അല്ലെ? നമ്മൾ വിചാരിക്കും നമ്മൾ ഈ താമസിക്കുന്ന ഈ ഭൂമി മാത്രമേ നിലവിലുള്ളൂ. അല്ല, എണ്ണമറ്റ ഗ്രഹങ്ങളുണ്ട്. ശാസ്ത്രജ്ഞന്മാരൊക്കെ കുറച്ച് ഗ്രഹങ്ങളെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ബാക്കിയൊന്നും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം അതെല്ലാം തന്നെ സ്പിരിച്വലാണ്. അല്ലെ? അല്ലെ? ഭൗതികമാണെങ്കിൽ പോലും അല്ലെ, അതൊക്കെ ആ സ്പിരിച്വലൈസ് എന്താണ് ആ ചക്ഷുഷ് കൊണ്ട് നോക്കിയാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഈ എണ്ണമറ്റ ഗ്രഹങ്ങളെല്ലാം. അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാരൊക്കെ വളരെ വിരളം എണ്ണാവുന്നതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വരും. അല്ലെ? എണ്ണമറ്റ ഗ്രഹങ്ങളുണ്ട്, എണ്ണമറ്റ പ്രപഞ്ചങ്ങളുണ്ട്. ഈ പ്രപഞ്ചങ്ങളുടെ എല്ലാം ഉടമസ്ഥൻ ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അല്ലെ? പിന്നെയോ, പിന്നെന്താ പറഞ്ഞ സൗഹൃദം സർവഭൂതാനാം. ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും ഒരേ ഒരു സുഹൃത്താണ്. സൗഹൃദം, സുഹൃത്ത്. അല്ലെ? നമ്മൾ വിചാരിക്കും നമുക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അവരെല്ലാം ഒരവസരം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു സമയം എത്തുമ്പോൾ അവരെല്ലാം ഇട്ടിട്ട് പോകും നമ്മൾ. അല്ലെ? നമുക്ക് സ്കൂളിലൊക്കെ എന്തുമാത്രം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പൊ എവിടെയാണെന്നോ അവരെന്ത് ചെയ്യുന്നെന്നോ ജീവിച്ചിരിപ്പുണ്ടോ നമുക്കറിയാമോ? ഇല്ല. അവരൊക്കെ പോയി. നമ്മൾ അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്. അല്ലേ? ഏഹ് ഒരു ദിവസം നമ്മൾ സ്കൂളിൽ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കൂട്ടുകാരി വന്നില്ല അല്ലെങ്കിൽ കൂട്ടുകാരൻ വന്നില്ല എങ്കിൽ അല്ലേ, നമുക്ക് ഭയങ്കര പ്രയാസമാണ്. നമുക്ക് വലിയ വിഷമമാണ്. അല്ലെ? വളരെ കഷ്ടപ്പെട്ടായിരിക്കും അന്ന് ഒരു ദിവസം കഴിച്ചു കൂട്ടുന്നത്. അത്ര രീതിയിലുള്ള സുഹൃത്തുക്കളൊക്കെ നമുക്കുണ്ടായിരുന്നു. അവരൊക്കെ എപ്പോൾ പോയി? അല്ലെ? പക്ഷേ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഭഗവാൻ എപ്പോഴും നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ്. അത് ഈ ജന്മത്തിലാകട്ടെ അടുത്ത ജന്മത്തിലാകട്ടെ അത് കഴിഞ്ഞ 100 ജന്മം കഴിഞ്ഞിട്ടുള്ളാകട്ടെ. അല്ലെ? അപ്പോഴെല്ലാം ഭഗവാൻ എന്താണ്? നമ്മുടെ അടുത്ത സുഹൃത്താണ്. സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. അല്ലെ? ആരും ഉടമസ്ഥനല്ല. ഉം. അപ്പോ ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നു. അല്ലെ? അപ്പൊ ഞാൻ വിചാരിക്കും ഈ വീട് എന്റേതാണ്, ഈ ഭൂമി എന്റേതാണ്. അല്ലെ? ഞാൻ ഈ രാജ്യത്തിന്റെ ഉടമസ്ഥനാണ്, ഈ ഗ്രഹത്തിന്റെ ഉടമസ്ഥനാണ് എന്നൊക്കെ നമ്മള് മിഥ്യാഹങ്കാരം കൊണ്ട് നമുക്ക് തോന്നിപ്പോകും. അല്ലെ? നമ്മളെല്ലാവരും അങ്ങനെ അവകാശപ്പെടാറുണ്ട്. അല്ലെ? ഈ ഗ്രഹം മാത്രമല്ല, മറ്റു പല ഗ്രഹങ്ങളും. അല്ലെ? യഥാർത്ഥത്തിൽ ഉടമസ്ഥൻ ആരാണ്? ഭഗവാൻ പരമേശ്വരൻ. നാം ഭഗവാന്റെ വീട്ടിലെ അതിഥി മാത്രമാണ്. അപ്പൊ നമ്മളൊക്കെ ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്ന ആൾക്കാരാണ് താൽക്കാലികമായിട്ട്. അല്ലേ? ഇപ്പൊ റെന്റിന് എടുക്കുമ്പോൾ ഒരു വീട് ഒരു റെന്റിന് എടുക്കുമ്പോൾ എന്താ സംഭവം? ഉടമസ്ഥൻ വേറെയാണ്. അല്ലെ? നമ്മൾ തൽക്കാലത്തേക്ക് അവിടെ താമസിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് പറയും? ഇത് നമ്മുടെ വീടാണ്, നമ്മളിവിടെ താമസിക്കുകയാണ്, നമ്മൾ താമസിക്കുന്ന വീട് ഇതാണ് എന്നൊക്കെ പറയും. അല്ലേ? അപ്പൊ നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. തൽക്കാലത്തേക്ക്, കുറച്ചു കാലത്തേക്ക്, കൂടിപ്പോയി ഒരു 100 കൊല്ലത്തേക്ക്. അല്ലെ? നമുക്കത് ആ ബോധം നമ്മൾ വളർത്തിയെടുക്കണം. അത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഇതിന്റെ എല്ലാത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? ഭഗവാൻ കൃഷ്ണനാണ്. നമുക്ക് തോന്നും ഇതൊക്കെ ഞാൻ വെച്ച വീടാണ്, ഇത് ഞാൻ വെച്ച വീട്, ഞാനല്ലേ പൈസ കൊടുത്തു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അല്ലെ? നമുക്ക് അങ്ങനെ തോന്നും. അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ എന്റെ എന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷെ ഇതെല്ലാം ആരുടെയാണ്? ഭഗവാൻ കൃഷ്ണന്റെയാണ്. എല്ലാം ഭഗവാന്റെയാണ്. നമ്മളിവിടെ തൽക്കാലത്തേക്ക് എന്താണ് താമസിക്കാൻ വരും, വാടകക്കാരെ പോലെ. എന്നാ നമ്മൾ വാടക കൊടുക്കുന്നുണ്ടോ? പൈസ പോലും വാടക കൊടുക്കത്തൂല്ല. പക്ഷേ വാടക കൊടുക്കാതെ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അല്ലെ? വാടക കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടാവില്ല, അത്രയ്ക്ക് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. അല്ലെ? എല്ലാം ഭഗവാനാണ് നമുക്ക് തരുന്നത്. ശ്വസിക്കുന്ന ശ്വാസവായു പോലും, അല്ലെ, ജീവവായു പോലും ഭഗവാനാണ് തന്നത്. അതിന് നമ്മൾ ആർക്കെങ്കിലും ടാക്സ് കൊടുക്കുന്നുണ്ടോ? ഭഗവാൻ എന്തെങ്കിലും തിരിച്ചു കൊടുക്കുന്നുണ്ടോ? ഇല്ല. അല്ലേ? ഏഹ് നമ്മള് ഉപയോഗിക്കുന്ന ആ വായുവിന്റെ ഒക്കെ ടാക്സ് നമ്മൾ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാല്, അല്ലെ, നമ്മൾ ബാങ്ക് എടുക്കുന്ന പൈസ ഒന്നും തികയില്ല. അല്ലെ? അത്രയ്ക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അറിയാതെ, നമ്മൾ പോലും അറിയാതെ. അല്ലെ? നമ്മൾ പോലും അറിയാതെയാണ് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ശ്വാസം വിട്ടുന്നത്, നമ്മൾ ഇങ്ങനെ ശ്വാസം ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഞാനിപ്പോൾ ഒരു ശ്വാസം എടുത്തു, അത് കഴിഞ്ഞത് വിട്ടു, അത് കഴിഞ്ഞ് എടുത്തു, അത് കഴിഞ്ഞ് വിട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ആരാ തരുന്നത്? വായു, ഓക്സിജൻ തരുന്ന ആരാ? ഭഗവാനാണ് തരുന്നത്. നമ്മൾ അതിന് ടാക്സ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. എല്ലാം ചക്കാത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അല്ലേ? ഉം. ഉം. അപ്പൊ നമ്മള് ഭഗവാന്റെ വീട്ടിലെ അതിഥികള്. ഈ ബോധം നമ്മൾ വളർത്തിയെടുക്കണം. കൃഷ്ണനാണ് എല്ലാത്തിന്റെയും സർവ്വ ഉടമസ്ഥൻ, അല്ലെങ്കിൽ ഭഗവാനാണ്. അല്ലെ? പരമേശ്വരനാണ് ഉടമസ്ഥൻ. ഇപ്പോൾ അത് യഥാർത്ഥത്തിൽ വസ്തുതയാണ്. അല്ലെ? നാം അതിഥിയായിട്ടാണ് ഇവിടെ വരുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ അതിഥിയായി വന്നിട്ട് ഏതാനും വർഷങ്ങളായി. അല്ലെ? ചിലപ്പോൾ 100 വർഷം, ചിലപ്പോൾ 50 വർഷം. ഉം. അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സ്ഥലം വിട്ടുപോകും. അല്ലെ? അപ്പോ നമ്മൾ ഇതിന്റെ ഉടമയാണെങ്കിൽ എന്തുകൊണ്ട് നാം ഇതും കൂടെ ചുമന്നുകൊണ്ട് പോകുമ്പോ, അല്ലേ, കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റത്തില്ല. അല്ലേ? അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഉടമസ്ഥനാണെങ്കിൽ എനിക്ക് ഇത് തീർച്ചയായിട്ടും കൊണ്ടുപോകാൻ പറ്റും. ഉടമസ്ഥൻ അല്ലെങ്കിലോ ഇവിടെ ഉപയോഗിച്ചിട്ട് പോകാനേ പറ്റുള്ളൂ. കാരണം അതിന്റെ ഉടമസ്ഥൻ വേറെ ആരുമാണ്.
അതാണ് ഇവിടെ പറയുന്നത്. ഉടമസ്ഥൻ ആരാണ്? ഭഗവാൻ കൃഷ്ണനാണ്. അപ്പൊ അതുകൊണ്ട് ത്യാഗത്തിന്റെയും പരിത്യാഗത്തിന്റെയും പ്രശ്നമില്ല. നമ്മളിവിടെ എന്തെങ്കിലും ത്യജിക്കുന്നുണ്ടോ? നമുക്ക് സ്വന്തമായിട്ടുള്ളതല്ലേ നമുക്ക് ത്യജിക്കാൻ പറ്റുള്ളൂ. നമുക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല, പിന്നെ എന്ത് ത്യാഗമാണ് നമ്മൾ ചെയ്യുന്നത്? അല്ലെ? നമ്മൾ പരിത്യാഗം ചെയ്തു എന്നൊക്കെ പറയും അല്ലെ? എന്ത് പരിത്യാഗമാണ് നമ്മൾ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. കാര്യം നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കളയാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഒന്നും സ്വന്തമായിട്ടില്ല, എല്ലാം ഭഗവാന്റെയാണ്. പിന്നെ നമ്മൾ എന്ത് ത്യാഗം ചെയ്തു എന്ന് പറയുന്നത്? അല്ലെ? ആലോചിക്കണം. ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോകും. ശരിയാണല്ലോ, നമ്മളൊന്നും ചെയ്യുന്നില്ല, എല്ലാം സന്തോഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 പൈസ ടാക്സ് കൊടുക്കുക. അല്ലെ? അപ്പൊ പിന്നെ ഭോഗത്തിന്റെയും ആസ്വാദനത്തിന്റെയും ചോദ്യമില്ല. അല്ലെ? കാരണം നാം ഒന്നിന്റെയും ഉടമസ്ഥനല്ല. അതിനാൽ നമുക്ക് ആസ്വദിക്കാനോ ത്യജിക്കാനോ കഴിയില്ല. അല്ലെ? അതിനാൽ ത്യാഗം അല്ലെങ്കിൽ ആസ്വാദനം രണ്ടും നിയമവിരുദ്ധമാണ്. ഇതെല്ലാം ആസ്വദിക്കുന്ന കാര്യവും ഇതെല്ലാം ത്യജിക്കുന്ന കാര്യവും അവിടെ പ്രശ്നമില്ല. അവിടെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. അല്ലെ? കാര്യം നമുക്ക് ആസ്വദിക്കാനോ എന്താണ് ഉപേക്ഷിക്കാനോ കഴിയില്ല. രണ്ടും നിയമവിരുദ്ധമെന്ന് പറയുന്നത് ഭഗവാനെതിരായിട്ടാണ് പറയുന്നത്. അല്ലേ? ചേട്ടാ, ഞാൻ തന്നിട്ട് അത് തന്നെ നീ എന്താണ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. അത് എന്താണ്, അത് ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറയുന്നില്ല. എന്ത് അർത്ഥമാണ് അതിലുള്ളത് എന്ന് ഭഗവാൻ ചോദിക്കും. അതാണ് ഇവിടെ നിയമവിരുദ്ധം എന്ന് പറയുന്നത്. എല്ലാം ഭഗവാനുള്ളതാണ്. അതിനാൽ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഭഗവാന്റെ സേവനത്തിനായിട്ട് വേണം നമ്മൾ അത് ഏർപ്പെടുക, അതൊക്കെ ഉപയോഗിക്കാൻ. അതാണ് യഥാർത്ഥ അറിവ്. അല്ലെ? നമ്മള് ഇപ്പൊ വഴിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു 100 രൂപയുടെ നോട്ട് കിടക്കുക. അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യും? അത് എടുക്കും. അല്ലെ? അത് എടുത്തിട്ട് നമുക്ക് അടുത്ത കടയിൽ പോയി ജിലേബി വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിക്കും. അല്ലെ? അത് നിയമവിരുദ്ധമാണ്. കാര്യം എന്താണ്? അത് നമ്മുടെ പൈസ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ വിചാരിക്കും അത് എടുക്കാതെ ഇട്ടിട്ട് പോകാം. അതും ചെയ്യാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? അത് എടുത്തിട്ട് അവിടെ വരുന്നവരോടൊക്കെ ചോദിക്കണം, ഒരു 100 രൂപ കളഞ്ഞെങ്ങാനും പോയായിരുന്നോ? അല്ലെങ്കിൽ എന്തെങ്കിലും കളഞ്ഞു പോയിട്ടുണ്ടോ? അല്ലെ? അപ്പൊ പറയും, അയ്യോ എന്റെ അടുത്ത് ഒരു 100 രൂപ ഉണ്ടെന്ന്, അത് കളഞ്ഞു പോയി എന്ന് വെച്ചാൽ ഉടനെ അത് തിരിച്ചു കൊടുക്കുക. ആ ഉടമസ്ഥനെ നമ്മൾ കണ്ടു. അല്ലേ? ഉടമസ്ഥനെ കണ്ടുപിടിച്ച് നമ്മൾ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അല്ലാതെ അതെടുത്ത് നമ്മൾ അങ്ങോട്ട് ആസ്വദിക്കുകയല്ല ചെയ്യേണ്ടത്. അല്ലേ? നമ്മൾ അത് അപ്പൊ ചോദിക്കും, അത് എന്തിനാ പിന്നെ അത് എടുത്ത് അവിടെ ഇട്ടിട്ട് പോയാൽ പോരാ? അതും ശരിയല്ല. കാര്യം അതെടുത്തിട്ട് വേറൊരാൾ പോയി ചാരായം കുടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പാവം നമുക്കൂടെ കിട്ടും. കാര്യം നമ്മളത് കണ്ടതാണ്. കാരണം ഭഗവാൻ വിചാരിക്കുന്ന ഒരു കാര്യവും സാധിക്കുന്നില്ലല്ലോ. അപ്പൊ ഭഗവാൻ വിചാരിച്ചിട്ടുണ്ട്. ഭഗവാൻ നമ്മളെ കാണിച്ചു തന്നത് എന്താണ്? ആ 100 രൂപ നമ്മളെ കാണിച്ചു തന്നത് എന്താണ്? ഇങ്ങനെ അത് എടുത്ത് തിരിച്ച് ഉടമസ്ഥനെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ്. ഇതിനെ വെച്ച് പുറകെ ഒരാൾ വരുന്നുണ്ട്, കള്ളുകുടിയും വരുന്നുണ്ട്. അങ്ങേരുടെ കയ്യിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് നേരെ കൊണ്ടുപോയി കള്ളു കുടിക്കും. അല്ലേ? ആ പാവം കൂടെ നമുക്ക് കിട്ടും. കാരണം നോക്കിയിട്ട് അത് എടുത്തില്ലല്ലോ എന്നുള്ളൊരു പാവം. അത് എടുത്ത് ഉടമസ്ഥനെ ഏൽപ്പിക്കാനുള്ള ധർമ്മം നമുക്ക് ഉണ്ടായിരുന്നു, അത് നമ്മൾ ചെയ്തില്ല. അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകും. അല്ലേ? അപ്പൊ അത് എടുത്തിട്ട് ചോദിക്കുക, എന്തെങ്കിലും കാണുന്നിടത്തേക്ക് ചോദിക്കുക, എന്തെങ്കിലും നഷ്ടപ്പെട്ടോ ഒന്ന് നോക്കാമോ? പേഴ്സിൽ നോക്കുക, എന്തെങ്കിലും പൈസ നഷ്ടപ്പെട്ടോ? അപ്പൊ അവർ കീശ തപ്പി നോക്കുമ്പോൾ 100 രൂപ ഉണ്ട്. അയ്യോ അത് എന്റേതായിരുന്നു എന്ന് പറയും. അവരുടെ ആ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത് അവരുടെയാണ്. അല്ലേ? നമുക്ക് ചോദിക്കാൻ പറ്റില്ല, ആ നോട്ട് ബുക്ക്, ആ 100 രൂപ നോട്ടിന്റെ നമ്പർ എന്ന് പറയാൻ പറ്റുമോ? ചോദിക്കാൻ പറ്റും? ഒന്നും ആരും നോക്കി വെക്കുന്നില്ല. അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്. ഉം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കില്ലാത്തതൊക്കെ തിരിച്ച് നമുക്ക് ഉടമസ്ഥനെ ഏൽപ്പിക്കണം എന്നർത്ഥം. നമ്മൾ ഇപ്പൊ പറഞ്ഞ കഥ പോലെ. അല്ലേ? അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതെല്ലാം ഭഗവാന്റെയാണ്. ഇതെല്ലാം ഭഗവാൻ നമ്മൾ തൽക്കാലത്തേക്ക് ഉപയോഗിക്കുന്നത് മാത്രം നമ്മൾ വിചാരിക്കും. അല്ലേ? അപ്പൊ അതുപോലെ എല്ലാം ഭഗവാന്റേതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാല് ആ ഇന്ദ്രിയം നമ്മെ നയിക്കും. അല്ലേ? ഞാൻ ആസ്വാദകനല്ല, എന്റെ ഇന്ദ്രിയ പ്രീതിക്കുള്ളതല്ല. അല്ലെ? എന്റെ കോപം, എന്റെ കാമം എല്ലാം അവസാനിച്ചു. അല്ലെ? എനിക്ക് കോപം വരാനും വഴിയില്ല, എനിക്ക് കാമം വരാനും വഴിയില്ല. കാര്യം എന്താണ്? ഇതൊന്നും എന്റേതല്ല. ഇതൊക്കെ എന്റേതാണെന്നുള്ള അഹങ്കാരം വരുമ്പോഴേ നമുക്ക് കോപം വരുന്നത്, കാമം വരുന്നത്. അല്ലെ? അതെല്ലാം അവസാനിച്ചു. കാര്യം എന്താണ്? ഇതൊന്നും എന്റേതല്ല, ഇതെല്ലാം ഭഗവാന്റേതാണ്. ഒന്നും എനിക്കുള്ളതല്ല, എല്ലാം ഈശ്വരൻ്റെതാണ്. അല്ലെ? എന്ന് ഞാൻ മനസ്സിലാക്കിയാല് എല്ലാം കംപ്ലീറ്റ് തീർന്നു. അല്ലെ? നമ്മൾ രക്ഷപ്പെട്ടു എന്ന് അർത്ഥം. അല്ലെ? അപ്പൊ നമുക്ക് അത് ആസ്വദിക്കാൻ തോന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് അതുപോലെ എടുത്ത് ഭഗവാൻ, ഇപ്പൊ നമ്മളൊരു പൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഭഗവാന്റെ കാൽക്കൽ കൊണ്ടുവയ്ക്കും. അല്ലെ? അല്ലെ? അപ്പൊ അത് കാണുമ്പോഴാണ് നമുക്ക്, അപ്പൊ അത് ഭഗവാൻ അത് അർപ്പിച്ചു. ഇല്ലേ? അപ്പൊ നമ്മൾ അത് ചെയ്തില്ലായിരുന്നാലോ, ചെയ്യാതിരുന്നു കഴിഞ്ഞാലോ അത് നിയമവിരുദ്ധമാണ്. ജഗൻ മിഥ്യ. അല്ലെ? ഈ ലോകം മിഥ്യ. അതുകൊണ്ട് എനിക്കത് വേണ്ട. അങ്ങനെയല്ല. ഞാൻ എന്താണ് ഹിമാലയത്തിൽ എങ്ങനെ പോയി തപസ് ചെയ്തോളൂ ഒന്നും പറയാൻ പറ്റില്ല. അല്ലേ? അത് നല്ല കാര്യമാണ്. ഉം. കാര്യം എല്ലാം നമ്മൾ ഭഗവാന്റെ ഉദ്ദേശത്തിന് വേണ്ടി വേണം ഉപയോഗിക്കാൻ. കാര്യം എന്താണ്? എല്ലാം ഭഗവാന്റേതാണ്. അതാണ് നമ്മുടെ കടമ.
അതാണ് കൃഷ്ണാബോധം. കാരണം ഭഗവാനാണ് എല്ലാത്തിന്റെയും ഉടമ. അല്ലേ? അപ്പൊ നമ്മള് ഇപ്പൊ ഞാനിപ്പോ എന്താണ് ഒരു ലാപ്ടോപ്പിലൂടെയാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ? ഏഹ്? അപ്പൊ ഈ ലാപ്ടോപ്പ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ ഭൗതിക ശാസ്ത്രങ്ങളുടെ അല്ലെ ശാസ്ത്രത്തിന്റെ എന്താണ് പുരോഗതിയാണ്. അല്ലേ? അതൊക്കെ ആ ടെക്നോളജി അങ്ങനെ ഡെവലപ്പ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ചെറിയ കൊല്ലത്തും വർക്കലയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരോട് എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റും. ഞാൻ ഇവിടെ അങ്ങ് തിരുവനന്തപുരത്ത് ഇരിക്കുവല്ലേ. അല്ലേ? അപ്പോ ഇപ്പൊ ഈ ടെക്നോളജി ഒക്കെ നമ്മൾ ആരുടെ കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചത്? ഭഗവാന്റെ കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. കൃഷ്ണന്റെ സേവനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അല്ലേ? നമുക്ക് പ്രചാരണത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. അതാണ് ശരിയായ വിനിയോഗം. കാരണം ഇതെല്ലാം ഭഗവാന്റേതാണ്. എല്ലാം ഭഗവാൻ തന്നാണ്. അല്ലേ? അപ്പൊ ചോദിക്കാം, ഓ, ഭഗവാൻ ഈ ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടാക്കാൻ കഴിയും? ലാപ്ടോപ്പ് പിന്നെ ഭഗവാൻ തന്നുകൊണ്ടല്ലേ നമുക്ക് അറിയാൻ പറ്റും. ഭഗവാൻ അറിഞ്ഞിടത്തുനിന്ന് അങ്ങനെ പറയാൻ പറ്റും. അല്ലേ? നമ്മൾ എന്താണ് ഈ ഇതൊക്കെ എടുത്തത് എവിടുന്ന? ഇതെല്ലാം ഭൗതികമായിട്ടുള്ള സാധനങ്ങളാണ്. അല്ലേ? നമ്മളിതൊന്നും നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഈ സ്റ്റീലും എന്താണ് എന്താണ് ചിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം അതെല്ലാം ഭഗവാന്റെ സാധനങ്ങളിൽ നിന്ന് എടുത്ത് നമ്മൾ രൂപാന്തരപ്പെടുത്തിയതാണ്. അല്ലേ? നമ്മളെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ അത് മാറ്റി എടുത്തതാണ്. അത് എവിടെ നിന്ന് എടുത്തു? ഭൂമിയിൽ നിന്ന് തന്നെയാണ് എടുത്തത്. അല്ലേ? അപ്പോൾ എല്ലാം സർവ്വലോകമഹേശ്വരം, എല്ലാ യാഗങ്ങളുടെയും തപസ്സുകളുടെയും ആത്യന്തിക ലക്ഷ്യമായി എന്നെ അറിയുന്ന ഋഷിമാർ എല്ലാ ഗ്രഹങ്ങളുടെയും ദേവതകളുടെയും പരമാത്മാവ്, എല്ലാ ജീവജാലങ്ങളുടെയും ഉപകാരിയും അഭ്യുദയകാംക്ഷിയും ഭൗതിക ദുരിതങ്ങളുടെ വേദനയിൽ നിന്ന് ശാന്തി നേടുന്നു. അല്ലേ? അപ്പൊ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ലെന്നാണ് ഈ ശ്ലോകം പറയുന്നത്. നമ്മൾ എല്ലാത്തിൽ നിന്നും ശാന്തി നേടും. ദുരിതങ്ങളുടെ വേദനയിൽ നിന്ന് നമുക്ക് ശാന്തി നേടാൻ പറ്റും. ദുരിതങ്ങളൊക്കെ അകന്നു പോകുന്നു. ലോകമെമ്പാടുമുള്ള പ്രപഞ്ചത്തിലുടനീളമുള്ള എല്ലാ ഐശ്വര്യങ്ങളും ഈശ്വരൻ സൃഷ്ടിച്ചതാണ് എന്ന് ഭാഗവത്തിൽ നാം കണ്ടിട്ടുണ്ട്. അല്ലെ? അതിനാല് നമുക്കത് ഉപയോഗിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. എന്നാൽ നാം ഉടമസ്ഥാവകാശം ക്ലെയിം ചെയ്താൽ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം എന്റേതാണെന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റാണ് ചെയ്യുന്നത്. അല്ലെ? അപ്പൊ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. അല്ലെ? നമുക്കത് ഉപയോഗിക്കാം. അതിനുവേണ്ടിയാണ് ഭഗവാൻ ഇതൊക്കെ തന്നിരിക്കുന്നത്. അല്ലെ? നമ്മളെല്ലാവരും ഗോലോക വൃന്ദാവനത്തിലായിരുന്നല്ലോ. അല്ലെ? നമ്മൾ അവിടെ പിണങ്ങി വഴക്കുണ്ടാക്കി സൂയ തോന്നി താഴോട്ട് ചാടിപ്പോകുന്നതാണ്. അല്ലെ? എനിക്കും സുഖിക്കണം എന്നൊക്കെ ആനന്ദിക്കണം, എനിക്കും വേണം സുഖം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓടി വന്നതാണ്, ഒറ്റയ്ക്ക് ഓടി വന്നതാണ്. ഇപ്പോഴേ ഭഗവാന് വിഷമമുണ്ടായി. എന്റെ കുഞ്ഞ് പോകുന്നുണ്ടല്ലോ. പറഞ്ഞു, നീ പോരുത്, അവിടെ ദുഃഖാലയമാണ്, അശാശ്വതമാണ്, നീ പോരുത് എന്ന് പറഞ്ഞിട്ടും അതൊക്കെ ചുമ്മാ എന്നെ പറ്റിക്കാൻ പറയുന്നതല്ലേ എന്നും പറഞ്ഞിട്ട് നമ്മൾ ചാടി പോകുന്നതാണ്. അല്ലെ? ഇവിടെ വന്ന് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ എല്ലാ കോടാനുകോടി ജന്മങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഇപ്പോഴും സുഖം എന്താണെന്ന് അന്വേഷിച്ച് നടക്കുന്നതാണ്. ഇപ്പോഴും അതിന്റെ പുറകില്ല. ഇതുവരെ നമുക്ക് സുഖം കിട്ടിയോ? ഇല്ല. അല്ലേ? പക്ഷെ ഇപ്പോഴും നമ്മൾ ഇങ്ങനെ എന്താണ് ഡിഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ കിട്ടും എന്ന് പറയും. പക്ഷെ ഭഗവാന് അത്രയും മെഴ്സിഫുൾ ആയതുകൊണ്ട് എന്ത് ചെയ്തു? ഭഗവാൻ നമുക്കൊരു ലോകം ഉണ്ടാക്കി തന്നു. അല്ലെ? ഈ ഭൗതിക ലോകം ഉണ്ടാക്കി തന്നു. അത് കഴിഞ്ഞിട്ടോ നമുക്ക് ആവശ്യമുള്ള സംതൃപ്തിക്ക് അല്ലെങ്കിൽ എന്താണ് ഇന്ദ്രിയ തൃപ്തിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മളതെല്ലാം അന്വേഷിച്ച് നടക്കുന്നത്. അതിനുള്ള ആവശ്യമുള്ളതെല്ലാം ഇവിടെ അദ്ദേഹം റെഡിയാക്കി വെക്കുകയും ചെയ്തു. എന്റെ കുഞ്ഞ് എന്നെ വിട്ടിട്ട് പോയെങ്കിലും അവിടെ ചെന്നാലും അവന് ഒരിക്കലും ഒരു ഒന്നിനും കുറവ് വരരുത്. അതാണ് യഥാർത്ഥ പിതാവിന്റെ സ്നേഹം എന്ന് പറയുന്നത്. അല്ലേ? അദ്ദേഹം അതെല്ലാം ഈ പ്രകൃതിയിലൂടെ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 33 കോടി ദേവന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അല്ലെ? നമുക്ക് വേണ്ടതെല്ലാം തരണം. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് യജ്ഞം ചെയ്യുന്നത്. ആർക്ക്? ഇപ്പൊ മഴ വേണമെങ്കിൽ ഇന്ദ്രനെ നമ്മൾ യജ്ഞം ചെയ്യും. അല്ലെങ്കിൽ അല്ലെ? അങ്ങനെ ഇപ്പൊ സമ്പത്ത് വേണമെങ്കിൽ ലക്ഷ്മിയെ നമ്മൾ പൂജിക്കും, പ്രസാദിപ്പിക്കും. അപ്പൊ അവരെല്ലാം നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ഇതെല്ലാം ആര് കൊടുത്തതാണ്? ഭഗവാൻ കൃഷ്ണൻ കൊടുത്തിരിക്കുകയാണ്. അവരെല്ലാം ഈ 33 കോടി ദൈവങ്ങൾക്ക് വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ എടുത്തെടുത്ത് തരുന്നത് അവരിൽ ഉള്ളതുകൊണ്ടല്ല, ഭഗവാൻ കൊടുത്തത് അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതെല്ലാം എവിടുന്നാ വന്നത്? ഭഗവാൻ കൃഷ്ണനിൽ നിന്നാണ് വന്നത്. നമുക്കതെല്ലാം ഉപയോഗിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഒരു ദോഷവുമില്ല. ഭഗവാനാണ് തന്നത് നമുക്ക്. അല്ലേ? നമുക്ക് എല്ലാ കാര്യങ്ങളും, വേണ്ടത്തെ കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ അപ്പൊ നമ്മൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ലോകം കഷ്ടപ്പെടുന്നത്? എല്ലാം എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഇവിടെ ഉണ്ടല്ലേ. എന്നിട്ട് പിന്നെ എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത്, കഷ്ടപ്പെടുന്നത് എന്തിനാണ്? കാരണം നാം അത് കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അല്ലെ? എനിക്കിത് സ്വന്തമായിട്ട് വേണം, എന്റെ പേരിൽ വേണം എന്നുള്ള ഒരു സ്വാർത്ഥ താല്പര്യം കൊണ്ടാണ് നമ്മൾ എല്ലാവരും വിഷമിക്കുന്നത്. നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്. നമുക്ക് മനോവിഷമം വരുന്നത് അതുകൊണ്ടാണ്. അല്ലെ? ഇതെന്റെ രാജ്യമാണ് പറയില്ലേ?
ഇതെന്റെ സ്വത്താണ്. അല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കയറരുത്, നിങ്ങൾ അവിടെ തന്നെ നിന്നാൽ മതി. ഇതെന്റെ സ്വത്താണ്, ഇതെന്റെ വീടാണ്, ഇങ്ങോട്ട് കയറരുത്. ഉം. പക്ഷെ നമുക്കത് ഇതാണ് കുഴപ്പം. പക്ഷെ അതെല്ലാം ഭഗവാന്റെ സ്വത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലേ? നമുക്ക് കൃഷ്ണാബോധത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാം എന്ന് ചിന്തിച്ചാൽ കുഴപ്പമില്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യണം? ഭഗവാനെ സ്തുതിക്കണം, ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യണം. ഉം. ഇതെല്ലാം ഭഗവാൻ തന്നതെല്ലാം ഭഗവാന്റെ സേവയിൽ തന്നെ ഉപയോഗപ്പെടുത്തണം. അല്ലേ? അല്ലേ? അതെല്ലാം ഭഗവാൻ എടുത്തുകൊണ്ട് ഓടിക്കളയൊന്നുമില്ല. എല്ലാം നമുക്ക് തന്നെ ഇട്ടിട്ട് പോകും. നമുക്ക് തരും, തിരിച്ചു തരും. ഇപ്പൊ നമ്മളൊരു 10 ഉണ്ണിയപ്പം നമ്മൾ ഭഗവാൻ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാൻ അത് എടുത്തുകൊണ്ട് പോകണോ? ഇല്ലല്ലോ. ഭഗവാൻ അതും കഴിച്ചു തീർക്കോ? ഇല്ലല്ലോ. ഇല്ലേ? നമുക്ക് പ്രസാദമായിട്ട് ബാക്കി അവിടെ വെച്ചിട്ടുണ്ട്. എന്നാ ഭഗവാൻ കഴിച്ചോ? കഴിച്ചു. അല്ലേ? ഭഗവാൻ കണ്ണുകൊണ്ട് നോക്കിയാൽ മതി, അത് അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റും. അല്ലേ? മൂക്കുകൊണ്ട് അതിന്റെ മണം അടിച്ചാൽ മതി, അദ്ദേഹത്തിന് അത് കഴിക്കാൻ പറ്റും. കഴിച്ചതുപോലെയാണ്. അപ്പൊ അതിന്റെ പ്രസാദമാണ് അവിടെ ബാക്കിയിരിക്കുന്നത്. അല്ലേ? അത് നമുക്ക് തന്നിട്ട് നമുക്ക് നമുക്ക് എന്താണ് നന്മ വരട്ടെ എന്ന് ഭഗവാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൃഷ്ണാബോധത്തോടെയും സന്തോഷത്തോടെയും നമുക്ക് ഇരിക്കാൻ സാധിക്കും. അല്ലേ? അങ്ങനെ ചിന്തിച്ചാൽ നമുക്കൊരു കുഴപ്പമില്ല. യാന്ത്രികമായിട്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ എന്ത് വരും? അവിടെ ശാന്തി വരും. കാരണം നമുക്കൊരു ആഗ്രഹമില്ല, ഭഗവാനെ സേവിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് താല്പര്യം. അല്ലെ? മുക്തി പോലും ആവശ്യപ്പെടാത്ത ആൾക്കാരാണ് യഥാർത്ഥ ഭക്തന്മാരെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തോന്നും, വിചാരിക്കും ഈ എന്താ മുക്തി വേണ്ടത്? ഈ മുക്തി കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? അവിടെ ചെന്ന് ഒന്നും ചെയ്യാനില്ല. അവിടെ ചെന്ന് മിണ്ടാതിരിക്കാനേ പറ്റുള്ളൂ. മിണ്ടാതെ ഇങ്ങനെ ഇരിക്കണം. അല്ലെ? അപ്പൊ അതുകൊണ്ട് അതുപോലും നമുക്ക് താല്പര്യമില്ല. അല്ലെ? ഭഗവാനിൽ ലയിക്കണമെന്നൊക്കെ പറയും. നടക്കില്ല. അങ്ങനെ ഒന്നും നടക്കത്തില്ല. അല്ലേ? അങ്ങനെ ലയിച്ചാല് വല്ല ഉപയോഗമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏത് ജന്മത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും, ഇപ്പൊ സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും ഭൂമിയിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ സേവയിൽ ഏർപ്പെടാൻ ശ്രമിക്കണം. യാരതേക്കോ താരക്കഹോ കൃഷ്ണ ഉപദേശ്. നമ്മൾ നരകത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ അവിടെ യമകിങ്കർമാരെ കണ്ടാലും പറയണം, ജപിക്കൂ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. അല്ലേ? അതാണ് ചെയ്യേണ്ടത്. എവിടെ പോയാലും ഭക്തന്മാര് ഹാപ്പി ആയിരിക്കും. എന്താ കാര്യം? അവിടെ എല്ലാ സ്ഥലത്തും ഒരുപാട് സാധ്യതകളുണ്ട്. എന്തിന്? ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കാനായിട്ട്. അല്ലെ? നമ്മുടെ ആചാര്യന്മാരൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന എന്താണ് ആ ഒരു ഒരു ലെസൺ എന്ന് പറയുന്നത്, ഒരു വഴി എന്ന് പറയുന്നത് അതാണ്. യാരിതേക്കോ താരിക്കഹോ കൃഷ്ണ ഉപദേശ്. ആരെ കണ്ടാലും നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അല്ലേ? കോടാനുകോടി ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷെ അതില് എത്രയോ കുറച്ച് 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 ആൾക്കാർക്ക് മാത്രമേ ഭഗവാൻ ആരാണെന്നും ഭഗവാന്റെ നാമം എന്താണെന്നും ഭഗവാനും നമ്മളുള്ള ബന്ധം എന്താണെന്നും, അല്ലെ, ഞാൻ ആരാണെന്നും ഒക്കെ അറിയത്തുള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെ, നമ്മൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ആരെ കണ്ടാലും വിടരുത്. അല്ലെ? നമ്മുടെ ആചാര്യന്മാരൊക്കെ നമുക്ക് അതിന് ഉദാഹരണമാണ്. ആശുപത്രിയിൽ കുത്തിവെക്കാൻ വരുന്ന നേഴ്സിനെ പോലും, അല്ലേ, നിങ്ങൾക്ക് എന്താ ഞാൻ ചെയ്തു തരേണ്ടത്? ജപിക്കൂ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞിട്ട് അപ്പോ ഒരു മാല കൊടുക്കുകയാണ് ഇത് ജപിക്കാനായിട്ട്. ക്രിസ്ത്യാനി ആയിരിക്കും, ചിലപ്പോൾ മുസ്ലിം ആയിരിക്കും, അവർ അന്തം വിട്ട് നോക്കും, ഇത് എന്താ ഈ പറയണത്? എന്നാലും വീട്ടിൽ ഇരുന്ന് എന്താ സ്വാമി പറഞ്ഞത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അവർ രക്ഷപ്പെട്ടു, അവർക്ക് മുക്തി കിട്ടി. അല്ലേ? അവരുടെ എല്ലാ പാവങ്ങളും കഴുകി കളഞ്ഞു. എന്താണ് കാര്യം? എന്താണ്? ലവമാത്ര സാധുസംഘം. അല്ലെ? ലവമാത്ര സാധുസംഘം. ആ ഒരു 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 5 മിനിറ്റ് ആയിരിക്കും, അല്ലെ, ഈ ഇഞ്ചക്ഷൻ വന്ന ആ നേഴ്സ് അവിടെ നിന്ന് ആ സമയത്ത് ഈ കണ്ണുകൊണ്ടൊന്ന് അവർ നോക്കും, ഈ കാര്യങ്ങളൊക്കെ പറയും, കഴിഞ്ഞു, അവര് രക്ഷപ്പെട്ടു. എത്രയോ ഭാഗ്യം ചെയ്യണം അങ്ങനെ ഒരു അവസരം അദ്ദേഹത്തിന് മുമ്പിൽ കിട്ടാനായിട്ട്. അവരെന്തെയോ ഏതൊക്കെയോ ജന്മത്തിൽ കുറെ പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് നേഴ്സ് ആവാനും ആ ആശുപത്രിയിൽ വരാനും, അല്ലെ, ഈ ഈ ഈ ഈ ഈ ആചാര്യനെ എന്താണ് ശുശ്രൂഷിക്കാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടിയത്. എത്രയോ ഭാഗ്യം, ഇത്രയും പുണ്യം ചെയ്ത ആൾക്കാരാണ്, പുണ്യം ചെയ്ത ആത്മാവാണ്. അല്ലെ? സോ ദി ഡിസേർവ് ഇറ്റ്. അവർക്കാണ് എന്താണ് ആചാര്യൻ ഗുരുമഹാരാജ് ഇത് കൊടുക്കുന്നത്. നോക്കണേ, എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കൂ. ഭഗവാൻ ഏതൊക്കെ വഴി കൂടെയാണ് ഓരോരുത്തരും രക്ഷപ്പെടുത്തി എടുക്കുന്നത് നോക്കൂ. അല്ലേ? അവരുടെ മനസ്സിൽ ഒരു ചെറിയ ഒരു ടിഞ്ച് ഓഫ് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ്? എനിക്ക് എന്താണ് ഭഗവാനെ കുറിച്ച് അറിയണം, അല്ലെ, അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ജപിക്കണം എന്ന് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് സ്വപ്നമെങ്കിലും കണ്ടാല് ഉള്ളിലിരിക്കുന്ന ഭഗവാൻ അതിനുള്ള വഴി കാണിച്ചു തരും. നോക്കണേ, എവിടെ കിടന്ന ആൾക്കാരാണ്. അവർ ആശുപത്രിയിൽ വരേണ്ട വല്ല ആവശ്യമുണ്ടോ? അവരെ അവിടെ കൊണ്ടുവന്ന് അപ്പോയിന്റ് ചെയ്യിപ്പിച്ചു. അല്ലെ? എന്തുകൊണ്ടാണ്? 10 കൊല്ലം കഴിയുമ്പോൾ ഈ ആചാര്യൻ അവിടെ വരും. അപ്പൊ അവർക്ക് നിങ്ങൾക്ക് എന്താണ് ആ ഒരു സായുജ്യം കിട്ടും, അല്ലെങ്കിൽ ആ ഒരു മുക്തി കിട്ടാനുള്ള വഴി അദ്ദേഹം പറഞ്ഞു തരും എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ അവരെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത്. നോക്കണേ.
ഉം. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. ഇതെല്ലാം ഭഗവാന്റെ കരുനീക്കങ്ങളാണ് അല്ലെ? ഭഗവാൻ അതിനൊക്കെ ചെസ് കളിക്കുന്നത് പോലെ ഇങ്ങനെ പലയിടത്തായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക അല്ലെ? നമുക്ക് എന്താണ് ഇനിയിപ്പോ വരാൻ പോകുന്നത് എന്നുള്ള ഒരു യാതൊരു വിഷമവും നമുക്ക് വേണ്ട. കാര്യം നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഭഗവാൻ ആ വളവിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ നടന്ന് അവിടം വരെ എത്തണം. ആ എത്തുമ്പോഴത്തേനും നമുക്ക് അവിടെ കിട്ടും. നമുക്ക് അവിടെ അവിടെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. മനസ്സിലായി? പക്ഷെ നമുക്ക് എന്താ കുഴപ്പം? ഇപ്പൊ എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാര്യം. ഞാൻ ഇനി എന്ത് ചെയ്യും, എന്റെ കയ്യിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കാര്യം. അതെ, ഭഗവാൻ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ഏ, കാര്യം എന്താണ്? വാകേറിയ ദൈവം എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞില്ലേ, ഭക്ഷണം തരും അല്ലെ, അന്നവും തരും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണ്. ആ അന്നം നമുക്ക് അവിടെ ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം ഈ അന്നമാണ്. അതിനാവശ്യമുള്ള സാധനങ്ങളാണ് അവിടെ വച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ അത് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? സത്സംഗത്തിൽ നിൽക്കാം. സത്സംഗം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആരെങ്കിലും സത്സംഗം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം അതോ ഗതിയായിരിക്കും. കാരണം എന്താണ്, ഈ ഒരു മീനിനെ കരയിലോട്ട് പിടിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവന് വലിയ സന്തോഷമാണ്. നമ്മൾ വിചാരിക്കും അത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാണ്. ആ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമല്ലോ, മരണപ്രാളത്തിൽ തുള്ളിച്ചാടുന്നതാണ്. മരിച്ചു പോയത്, അത് ചത്തുപോകും അല്ലേ? അല്ലേ? അതാ. അപ്പൊ അതായിരിക്കും നമ്മുടെ അവസ്ഥ. എന്താണ്, ഈ ഈ സത്സംഗത്തിൽ നമ്മൾ എടുത്ത് വെളിയിലോട്ട് വിട്ട് കഴിഞ്ഞാൽ, നമ്മളായിട്ട് വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അധോഗതിയായിരിക്കും. നമ്മൾ അറിയത്തില്ല. നമുക്കിപ്പോ ചിലപ്പോ ചില ആൾക്കാരെ ഒന്ന് മോഹം കണ്ടിട്ട് പിടിക്കുന്നില്ല. ഏയ് എന്തോ ഇത്, അവർ പറയുന്നതൊന്നും പിടിക്കുന്നില്ല, അവർ പ്രവർത്തിക്കുന്നതൊന്നും പിടിക്കുന്നില്ല. നമ്മൾ ആര്? അല്ലേ? വി ഷുഡ് ആസ്ക് യുവർ സെൽഫ് അല്ലേ, നമ്മൾ ആരാണ് അതൊക്കെ പിടിക്കാതിരിക്കാനാണ്? നമ്മൾ ദൈവമൊന്നും അല്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്തും കണ്ടില്ല എന്ന് പറഞ്ഞു നിൽക്കണം. ഒരു കാര്യം ഞാനിത് പറയാൻ ഒരു ഉദാഹരണം ഉണ്ട്. എന്റെ ഒരു ശിക്ഷാ ഗുരുവാണ്, പേര് ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരാളാണ്, ഒരു ശിക്ഷാ ഗുരുവുണ്ട്. ആ ശിക്ഷാ ഗുരുവിനെ ആ ആ ശിക്ഷാ ഗുരുവിനോട് ശിക്ഷാ ഗുരു ആ, ആ ശിക്ഷാ ഗുരുവിനോട് എന്റെ ഗുരുമഹാരാജും അത് ശിക്ഷാ ഗുരുവിന്റെ ഗുരുമഹാരാജും ഒന്നാണ് അല്ലേ? ജയപരാഘ സ്വാമി മഹാരാജ്, ഗുരു മഹാരാജ് അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ എല്ലാ ദിവസവും അമ്പലത്തിൽ വരാത്തെന്താ ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞത്, ഗുരു മഹാരാജ്, എനിക്ക് പലരെയും സഹിക്കാൻ പറ്റുന്നില്ല. അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടാൽ ഞാൻ എന്തെങ്കിലും കുറ്റം പറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ വരുന്നില്ല, അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോകത്താണ്. അപ്പൊ ഗുരു മഹാരാജ് ഇങ്ങനെ തുറിച്ചിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നിന്നെ അവരെന്തുമാത്രം സഹിക്കുന്നുണ്ടോ എന്ന് നിനക്കറിയാമോ? ഏഹ് അങ്ങനെയുണ്ടോ ഒരു കാര്യം? അപ്പോഴാണ് പുള്ളിക്കാരൻ ഓർത്തത്, ശരിയാണല്ലോ, എന്നെയും പലർക്കും ഇഷ്ടമായിരിക്കില്ല അല്ലേ? അതുകൊണ്ടല്ലേ അവരങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. നിന്നെ അവൻ എന്തുമാത്രം സഹിക്കുന്നുണ്ടോ എന്ന് നിനക്കറിയാമോ? അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോ നീ സഹിക്കുന്നത് ഒന്നും ഒരു പ്രശ്നമേ അല്ല അല്ലേ? ഉം. ഭഗവാന് ആരെയാണ് വൃന്ദാവനത്തിലേക്ക് പറഞ്ഞു വിട്ടത്? നമ്മുടെ അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഭഗവാനെ പോലെ ഇരിക്കുന്ന ഒരാളുണ്ടല്ലോ. ഉം, പേര് മറന്നുപോയി. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന് പറഞ്ഞു വിട്ടു, ദൂത് പറഞ്ഞു വിടുകയാണ്. പറഞ്ഞു വിട്ടിട്ട് പറയാണ്, ആ ഗോപികമാരോടൊക്കെ പറയണം, ഗോപന്മാരോടൊക്കെ പറയണം. എന്താ? അവരാണോ പ്രഭു? കറക്റ്റ്, അവരല്ലേ? സോറി സോറി, കറക്റ്റ് കറക്റ്റ്, ഉദ്ധവര. ഓക്കെ, ശരി, താങ്ക് യു മാറി. ഉദ്ധവര, എനിക്ക് ചില പേരുകൾ മനസ്സിൽ എപ്പോഴും ഓർമ്മ വരില്ല. ഏഹ് അപ്പൊ അവിടെ ചെല്ലുമ്പോ പറയണം, ഞാനിവിടെ വളരെ കഷ്ടപ്പെടുകയാണ്, എനിക്ക് നിങ്ങളെ ആ മിസ്സിങ് ഭയങ്കരമാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അവിടെ പോയി പറയണമെന്ന് പറഞ്ഞു ഗോപികമാരോട്. ഉം. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഉദ്ധവരെ വിട്ടത്. അവിടെ ചെന്നിട്ട് ഉദ്ധവര് ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അവസരം കിട്ടിയില്ല. അതിനു മുമ്പ് തന്നെ അവരുടെ വേവലാതികളും വിഷമങ്ങളൊക്കെ കണ്ട് അവർ നെഞ്ചത്തടിച്ച് കരയാണ് അല്ലെ, ഭഗവാനെ കാണാൻ പറ്റുന്നില്ലല്ലോ അല്ലെ, ഇനി എന്നാണ് എന്റെ ഭഗവാനെ കാണുന്നതെന്ന് പറഞ്ഞ് അവിടെ ശ്മശാന മൂകതയാണ് അല്ലെ, ആരുടെ മുഖത്തും ഒരു സന്തോഷമില്ല. എന്റെ ഭഗവാനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് അവിടെയുള്ള എല്ലാ ഗോപികമാരുടെയും വിഷമം കണ്ടപ്പോ, ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് അങ്ങോട്ട് പോയതാ അവിടെ. പുള്ളിക്കാരൻ അവിടെ അങ്ങ് തങ്ങി, ഞാൻ തിരിച്ചു പോകുന്നില്ല അല്ലെ. ഏഹ് എവരൊക്കെ താമസിക്കുന്ന, ഇപ്പൊ അദ്ദേഹം കമ്പയർ ചെയ്തു അല്ലേ, അവിടെ ഒരാൾ വലിയ വിഷമം എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടത്. ഇതൊക്കെ ഇത് കമ്പയർ ചെയ്യുമ്പോൾ അതൊന്നുമല്ല അല്ലേ, ഭഗവാൻ ഒരു വിഷമവും ഇല്ല ആ കണക്കിനാണെങ്കിൽ എന്ന് ഉദ്ധവർക്ക് തോന്നി. അതുപോലെയാണ് ഇത്, ഈ ഉദാഹരണം ഞാൻ പറഞ്ഞു അല്ലേ.
നമ്മളെ മറ്റുള്ളവർ സഹിക്കുന്നത് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാല് നമ്മ അവര് നമുക്ക് തരുന്ന വിഷമം ഒന്നുമേ അല്ല, അല്ലേ? പക്ഷെ നമ്മളത് ഒരിക്കലും ചിന്തിക്കില്ല. ഈ എന്റെ ഈ ശിക്ഷാഗുരു ഒരിക്കലും അതുവരെ ചിന്തിച്ചിരുന്നില്ല. ഒരു 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 പകുതി മൂശട്ടയാണ് ആള്, അല്ലേ? പലർക്കും പിടിക്കത്തില്ല പുള്ളി പറയുന്നത്. കാരണം മുഖത്ത് നോക്കി തുറന്നങ്ങ് പറയും. അത് പലർക്കും പിടിക്കത്തില്ല. എന്നാ ഇങ്ങനെ വളച്ചൊടിച്ച് പറയാൻ പുള്ളിക്ക് അറിയുന്നു. അതുകൊണ്ടാണ് എല്ലാവർക്കും ദേഷ്യം. അതുകൊണ്ടാണ് ആ രീതിയിൽ സംസാരിക്കുന്നത്. അപ്പൊ അത് പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടില്ല, അല്ലേ? അപ്പൊ ഗുരുമഹാരാജ് ഇങ്ങനെ പറഞ്ഞപ്പോ അതിന്റെ പിറ്റേന്ന് തൊട്ട് പുള്ളി വന്ന് ഒരു അറ്റത്ത് നിൽക്കുമായിരുന്നു. എല്ലാരും നോക്കും, ആരൊക്കെയാണ് എന്നെ നോക്കുന്നത്, ആരൊക്കെയാണ് എന്നെ വല്ലാത്ത രീതിയിൽ നോക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഗുരുമഹാരാജ് പറഞ്ഞ ആണെന്ന് ഉള്ളതുകൊണ്ട് അദ്ദേഹം പിറ്റേന്ന് തൊട്ട് വന്നു. ഇപ്പോഴും അദ്ദേഹം അമ്പലത്തിൽ വരുന്നുണ്ട്. യാതൊരു വിഷമവും ഇല്ല വിചാരിക്കാതെ. അദ്ദേഹം ഇതിൽ തന്നെ നിൽപ്പുണ്ട്, മാറിപ്പോയിട്ടില്ല, അല്ലേ? അപ്പോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലേ? നമ്മൾ ഓരോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോടും ഒരു വിഷമവും തോന്നില്ല, അല്ലെ? അങ്ങനെ തോന്നുന്നു നമ്മൾ ആര് എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. നമ്മൾ ദൈവമൊന്നും അല്ലല്ലോ, ഈശ്വരനല്ല. നമ്മളെല്ലാം തികഞ്ഞവരാണ്, അല്ലെ? നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് എന്താണ് കുറവുകളുണ്ട്, അല്ലെ? അതൊക്കെ മറ്റുള്ളവർ സഹിക്കുന്നില്ലേ? അപ്പൊ പിന്നെ ഒരു ഇച്ചിരി കുറവ് നമ്മൾ എന്തുകൊണ്ട് സഹിച്ചുകൂടാ എന്ന് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. നമ്മുടെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഴുക്ക് നമുക്ക് അറിയാൻ പറ്റും, അല്ലേ? നമുക്ക് സ്വന്തമായിട്ട് അറിയാൻ പറ്റും. അതിനേക്കാൾ ഉപരി നമുക്ക് അകത്തിരിക്കുന്ന ഭഗവാൻ നമ്മളെ അറിയാൻ പറ്റും. നമുക്കറിയുന്നതിനേക്കാളും കൂടുതൽ നമ്മളെ അകത്തിരിക്കുന്ന ഭഗവാനാണ് നമുക്ക് അറിയാൻ പറ്റും, അല്ലേ? നമ്മളെ അറിയാൻ പറ്റുന്നത് കാര്യം എന്താണ്? ഹീസ് ഇൻസൈഡ്. അവിടെ തന്നെ ഇരുന്നിട്ടാണ് നമ്മളെ കാണുന്നത്. അപ്പൊ ഈ ചിന്തകളൊക്കെ, നല്ലതും ചീത്തയായിട്ടുള്ള ചിന്തകളൊക്കെ എവിടുന്ന വരുന്നത്? അകത്തുനിന്നാ വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അന്ന് ക്ലിയർ ആയിട്ട് കാണാം. പക്ഷെ നമുക്ക് ഇങ്ങനെ അകത്തോട്ട് നോക്കിയാലേ കാണാൻ പറ്റും, അല്ലേ? പരമാത്മാവായിട്ട് ഭഗവാൻ ഇരിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ കുറ്റം പറയാൻ പറ്റുക? കാരണം നമ്മള് അതൊന്നും തികഞ്ഞവരാ. അപ്പൊ ഇതെല്ലാം ഭഗവാന്റെ സ്വത്താണ്. നമുക്ക് കൃഷ്ണാബോധത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാം എന്ന് ചിന്തിച്ചാൽ ഒരു കുഴപ്പമില്ല, അല്ലേ? ഭഗവാന് മാത്രം ചിന്തിച്ചാൽ മതി, വേറെ ആരെക്കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ കൃഷ്ണമല്ലം ടെമ്പിളിൽ അങ്ങനെ എത്ര പേര് വരാതിരിക്കുന്നു അറിയോ? പലരെയും മുഖം നോക്കാൻ പറ്റാന്ന് പറഞ്ഞു, അല്ലേ? അവരെ എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ അവരെ കാണാനാണ് വരുന്നത്? നിങ്ങൾ ഭഗവാനെ കാണാനല്ലേ വരുന്നത്? ഭഗവാൻ മാത്രം കണ്ടാൽ പോരെ, പിന്നെ എന്തിനാ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നത്? അങ്ങനെ അങ്ങോട്ട് നോക്കണ്ട, അത്ര തന്നെ, തീർന്നില്ലേ? അത് പറ്റത്തില്ല. അത് അങ്ങനെ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റത്തില്ല, അല്ലേ? എനിക്കത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റത്തില്ല, അല്ലേ? കാര്യം ഭഗവാനെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ ഇദ്ദേഹത്തിനാണ് നോക്കുന്നത് ഇദ്ദേഹം. അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ചിന്ത വരുന്നത്, അല്ലേ? അപ്പോ അവിടെ ഇപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ്? കൃഷ്ണാബോധത്തിൽ സന്തോഷത്തോടെ ഇരിക്കാമെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്തുവരും? നമുക്ക് സമാധാനം കിട്ടും. അതുകൊണ്ട് സമാധാനം എന്താണെന്നും സമാധാനത്തിന്റെ ഫോർമുല എന്താണെന്നും നമുക്ക് അറിയില്ല. പക്ഷെ നാം സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കും, അല്ലെ? എല്ലാ വൃത്തികെട്ട കാര്യങ്ങളും നാം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. നമുക്ക് സമാധാനം വേണമെന്ന് പ്രചരണം നടത്തുന്നു. നമുക്ക് എങ്ങനെ സമാധാനം ലഭിക്കും, അല്ലെ? സമാധാന ഫോർമുല ഇതാണ്. എന്താണ്? ഭോക്താരാം യജ്ഞതപസാം സർവ്വലോക മഹേശ്വരം, അല്ലെ? പരമേശ്വരൻ ഭഗവാൻ കൃഷ്ണനാണ് ആസ്വാദകൻ, അല്ലെ? നമ്മളല്ല ആസ്വാദകൻ. കൃഷ്ണനാണ് എല്ലാത്തിന്റെ ഉടമസ്ഥൻ, അല്ലെ? കൃഷ്ണനാണ് യഥാർത്ഥ സുഹൃത്തും. നമ്മുടെ സുഹൃത്തും ആരാണ്? സുഹൃതം സർവ, അല്ലെ? സുഹൃതം സർവഭൂതാനാം, അല്ലെ? എന്ത് ക്ലിയർ ആയിട്ടോട് പറയുന്നത്, അല്ലെ? ഇപ്പൊ ഭഗവാനാണ് നമ്മുടെ സുഹൃത്ത്, വേറെ ആരും സുഹൃത്തായിട്ടില്ല, അല്ലെ? ഉണ്ടെന്ന് നമുക്ക് തോന്നിയാലും അതൊന്നും യഥാർത്ഥ സുഹൃത്തുക്കളല്ല. അവർ ഈ ജന്മം കഴിയുമ്പോൾ കളഞ്ഞിട്ട് പോകും. അടുത്ത ജന്മത്തിൽ നമ്മൾ വേറെ സുഹൃത്തായിരിക്കും. പക്ഷെ ഒരു യഥാർത്ഥ സുഹൃത്താരാണ്? ഭഗവാൻ നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. വേറെ എവർ യു ഗോ ഐ വിൽ ബി ദെയർ എന്ന് പറയുന്നത് പോലെ, അല്ലെ? ആര്? ഭഗവാൻ ഉണ്ടാവും. നിങ്ങൾ എവിടെ പോയാലും ഭഗവാൻ അവിടെ ഉണ്ടാവും, അല്ലെ? വേദഗ്രന്ഥങ്ങളിൽ നാം കണ്ടത് ഭഗവാൻ വളരെ നല്ല സുഹൃത്താണ്. ഞാനൊരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. കൃഷ്ണനും ഭഗവാനും അതേ ശരീരത്തിൽ പരമാത്മാവായിട്ട് പരിക്രമണം ചെയ്യുന്നു, നമ്മുടെ കൂടൊപ്പം പരിക്രമിച്ചു, അല്ലെ? നമ്മളൊരു പന്നിയുടെ ശരീരത്തിലേക്കാണ് മാറുകയാണെങ്കിൽ അവിടെ ഉണ്ടാവും ഭഗവാൻ. പന്നിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കത്തൊന്നുമില്ല, അല്ലെ? ചേച്ചി, അല്ലെ, വൃത്തികേട ഈ ഇതെന്താ കഴിക്കുന്ന കുന്തം, അല്ലെ? എന്നും പറഞ്ഞ് ഭഗവാൻ ഒരിക്കലും മാറി നിൽക്കില്ല. പന്നിയാണെങ്കിൽ അതിനകത്തുള്ള ആത്മാവായിട്ട് നമ്മൾ തന്നെ, ഭഗവാൻ തന്നെയാണ്, അല്ലെ? അവിടെയും ഭഗവാൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ വിടാതെ പിന്തുടരുന്ന ഒരു സുഹൃത്താണ് ആര്? ഭഗവാൻ ശ്രീകൃഷ്ണൻ, അല്ലെ? അപ്പം ഭഗവാൻ അത്തരം ഒരു സുഹൃത്താണെന്നാണ് ഇവിടെ ഈ ശ്ലോകം നമ്മളോട് പറയുന്നത്. എന്താണ്? സുഹൃതം സർവഭൂതാനാം, അല്ലെ? അപ്പോൾ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ ലഭിച്ചു എന്ന് കരുതുക. അതിനാല് നമുക്ക് എന്താണ്? സമ്പത്ത് ലഭിക്കുമ്പോൾ ഞാൻ വളരെ സമ്പന്നനാണ്, എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ടാവും, അല്ലെ? പക്ഷേ നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് വരുമ്പോഴോ നമ്മൾ ഈ സുഹൃത്തുക്കൾ ആരും കാണത്തില്ല. അവരാരും നമ്മളെ കാണുമ്പോൾ മൈൻഡ് ചെയ്യില്ല. പൈസ എങ്ങാനും ചോദിച്ചാലും എന്ന് വിചാരിച്ചിട്ട് തിരിഞ്ഞു നടന്നാൽ മതി. അല്ലെങ്കിൽ ഒരു എന്താണ് പോസ്റ്റിന്റെ മൂട്ടിലെങ്ങാനും മാറി ഒളിച്ചു നിൽക്കും നമ്മൾ പോകുന്നവർ, അല്ലേ?
അപ്പൊ അതാണ് സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ ഒരു സുഹൃത്തല്ല. കൃഷ്ണൻ ഒരു നല്ല സുഹൃത്താണ്. നാം ഏത് അവസ്ഥയിൽ ജീവിച്ചാലും ഭഗവാൻ കൃഷ്ണൻ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും. ഭഗവാൻ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. അല്ലെ? ഒരേ മരത്തില് രണ്ട് പക്ഷികൾ ഇരിക്കുന്നതായി നമ്മൾ വേദങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അല്ലെ? ഒരു പക്ഷി മരത്തിന്റെ ഫലം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെ? അതായത് നമ്മളെല്ലാവരും, അല്ലെ? ഫലമാണ് അവിടുത്തെ എല്ലാ ഫലങ്ങളും നമ്മൾ കായ് എന്താണ് ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേ പക്ഷിയോ ഇതെല്ലാം ഇങ്ങനെ നോക്കി സാക്ഷിയായിട്ടിരിക്കുകയാണ്. ആ സാക്ഷി പക്ഷിയാണ് ആര്? ഭഗവാൻ കൃഷ്ണൻ. ഈ കഴിക്കുന്ന പക്ഷി ആരാണ്? നമ്മൾ തന്നെയാണ്. അല്ലെ? നമ്മൾ തന്നെ. അല്ലെ? നമ്മളിങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൗതിക ലോകത്ത് എന്റെ ജോലിയുടെ ഫലം ഞാൻ ആസ്വദിക്കുന്നു. കൃഷ്ണൻ വെറുതെ നിരീക്ഷിക്കുന്നു. ഉം. അർജുനനെ പോലെ. അർജുനൻ പലതും സംസാരിച്ചു കൊണ്ടിരുന്നു. അല്ലെ? കൃഷ്ണൻ നിരീക്ഷിക്കുകയായിരുന്നു. എന്നാൽ അർജുനന് ബോധം വന്നപ്പോൾ അദ്ദേഹം കൃഷ്ണന് കീഴടങ്ങി. ബോധം വന്നു വെച്ചാല് ജ്ഞാനം കിട്ടിയപ്പോ. എന്നിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു? ശിഷ്ടസ്ഥേഹം ശാന്തിമാം പ്രപന്നം എന്ന് പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? ഇപ്പോൾ ഞാൻ എന്റെ കർത്തവ്യത്തെക്കുറിച്ച് ആശയക്കുഴപ്പത്തിലാണ്. ഈ ബലഹീനത കാരണം എനിക്ക് എന്റെ സമനില നഷ്ടപ്പെട്ടു. ഈ അവസ്ഥയിൽ എനിക്ക് ഏറ്റവും അനുയോജ്യമായത് എന്താണെന്ന് അങ്ങ് എന്നോട് വ്യക്തമായി പറഞ്ഞു തരണം. ഞാൻ ആവശ്യപ്പെടുകയാണ്. അല്ലെ? ഇപ്പോൾ ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. ശിഷ്യസ്തേഹം ശാന്തിമാം പ്രപന്നം. അല്ലെ? അങ്ങേക്ക് കീഴടങ്ങിയ ആത്മാവാണ് ഞാൻ. ദയവായി എന്നെ ഉപദേശിക്കുക എന്നാണ് ആര് പറഞ്ഞത്? അർജുനൻ ഭഗവാനെ സറണ്ടർ ചെയ്തിട്ട് പറഞ്ഞു. അല്ലെ? അപ്പൊ അതുപോലെ പക്ഷി, അല്ലെ? സൂപ്പർ സോൾ, പരമാത്മ രൂപത്തില് പക്ഷി നമ്മളെ ഉള്ളിലിരിപ്പുണ്ട്. അല്ലെ? അല്ലയോ ഭഗവാനെ, ഞാൻ അങ്ങേക്ക് കീഴടങ്ങുന്നു. ഇപ്പോൾ എന്നെ സംരക്ഷിക്കൂ, എനിക്ക് ഉപദേശം തരൂ എന്ന് നമ്മൾ പറയുമ്പോ ഭഗവാൻ അവസരത്തിനായി കാത്തിരിക്കുകയാണ്. അല്ലെ? ആ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് എല്ലാ സഹായവും എല്ലാ ഉപദേശവും നമുക്ക് തരും. അല്ലെ? അതാണ് നമുക്ക് ഈ കൃഷ്ണാപൂർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ സൂക്തവാക്യം അതാണ്. ഭോക്താരാം യജ്ഞതപസം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വം ശാന്തി മരിച്ചത്. എല്ലാ യാഗങ്ങളുടെയും തപസ്സുകളുടെയും ആത്യന്തിക ലക്ഷ്യമായി എന്നെ അറിയുക. എന്നെ അറിയുന്ന ഋഷിമാർ എല്ലാ ഗ്രഹങ്ങളുടെയും ദേവതകളുടെയും പരമാത്മാവ്, എല്ലാ എല്ലാ ജീവജാലങ്ങളുടെയും ഉപകാരിയും അഭ്യുദയകാംക്ഷിയും ഭൗതിക ദുരിതങ്ങളുടെ വേദനയിൽ നിന്ന് ശാന്തി നേടും. അല്ലെ? നമുക്ക് ശരിക്കും സമാധാനം വേണമെങ്കിൽ ഇതാണ് നമ്മുടെ ഫോർമുല. പലരും പറയില്ലേ, നമുക്ക് വി വാണ്ട് പീസ്, ദിസ് ഇസ് എ പീസ് ഫോർമുല എന്നൊക്കെ പറയില്ലേ? എന്ത് പീസ് ഫോർമുലയാണ്? ഒരു സ്ഥലത്ത് പീസ് ഉണ്ടാക്കുമ്പോൾ അടുത്ത 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 സ്ഥലത്ത് അവിടെ യുദ്ധം തുടങ്ങും. അല്ലെ? അവിടെയും പോയി പീസ് ഉണ്ടാക്കുമ്പോൾ ഇവിടെ വീണ്ടും തിരിച്ച് ഇവിടെ വരുമ്പോൾ അവിടെ യുദ്ധം. ഇതാണ് പീസ്. അല്ലെ? എന്തുകൊണ്ടാണ് അവർക്ക് പീസ് നിലനിർത്താൻ പറ്റാത്തത്? കാരണം അവർ കൃഷ്ണാബോധത്തിലല്ല എന്നാണ്. പക്ഷെ എല്ലാവർക്കും ഈ യാനി ദേക്കോ താരെ കഹോ കൃഷ്ണ ഉപദേശിച്ച് പറഞ്ഞു നോക്കട്ടെ, എല്ലായിടത്തും ശാന്തി വരും. അതാരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ ലോക സമാധാനത്തിന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. അല്ലെ? എല്ലായിടത്തും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പിയായി. അല്ലെ? ഭഗവാൻ പ്രഭുപാദ് പറഞ്ഞതുപോലെ, ഞാൻ പോയി എന്താണ് പ്രഭുപാദ് എന്താ ചെയ്തത്? ഹിപ്പികളൊക്കെ ഹാപ്പി ആക്കി എന്ന് പറഞ്ഞതുപോലെ, അല്ലെ? ഈ ദുഷ്ടന്മാരെയൊക്കെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും. അല്ലെ? പിന്നെ അവിടെ ടെററിസവും കടച്ചക്കളവും ഒന്നും വരത്തില്ല. പിന്നെ എന്ത് ചെയ്യും? എല്ലാവർക്കും സമാധാനം. എല്ലാവരും എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കും. ആ, എന്താ രസം! അതാണ് സർവ്വലോക മഹേശ്വരൻ. അല്ലെ? കൃഷ്ണൻ എല്ലാത്തിന്റെയും ആസ്വാദകനാണെന്നും അദ്ദേഹം എല്ലാത്തിന്റെയും ഉടമസ്ഥനാണെന്നും ഭഗവാൻ ഏക ആത്മാർത്ഥ സുഹൃത്താണെന്നും നാം എപ്പോഴും അറിഞ്ഞിരിക്കണം. സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമ ശാന്തി പശ്ചാത്തലം. ഈ രഹസ്യം മനസ്സിലാക്കുന്ന ഒരാള് സന്തോഷവാനാണ്, സന്തുഷ്ടനാണ്. അല്ലെ? അങ്ങനെ ഒരാൾക്ക് എന്ത് കിട്ടും? സമാധാനം ലഭിക്കും. അല്ലെ? അങ്ങനെയുള്ളവർക്ക് മാത്രമേ സമാധാനം ലഭിക്കൂ. അല്ലെ? ഇതെല്ലാം എന്റെ വസ്തുവല്ല, എന്റെ സ്വന്തമല്ല, ഇതെല്ലാം ഭഗവാന്റേതാണ്. ഞാൻ ഇവിടെ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന താൽക്കാലികമായിട്ടുള്ള ഒരു പ്രാണി മാത്രമെന്ന് നമ്മൾ എപ്പം മനസ്സിലാക്കുന്നോ അത് നമുക്ക് സമാധാനം കിട്ടും. അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ഈ തലവേദനകൾ മുഴുവൻ ഇങ്ങനെ എടുത്ത് വെച്ച് തലവേദന ഇങ്ങനെ, അല്ലെ, ഉള്ള ഭാരം മുഴുവൻ വെച്ചെടുത്തോണം, ഒരിക്കലും നമുക്ക് സമാധാനം കിട്ടും, ശാന്തി കിട്ടത്തില്ല. അല്ലെ? പക്ഷെ നമ്മൾ ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഭഗവാന്റേതാണ്, നമ്മളതൊന്നുമല്ല, നമ്മളതെല്ലാം തൽക്കാലത്തേക്ക് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ തന്നിരിക്കുകയാണ്, അല്ലെ, എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോലെ. അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രമേ സമാധാനം കിട്ടുള്ളൂ എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. തീർച്ചയായിട്ടും അവർക്ക് സമാധാനം ലഭിക്കും. ഹരേ കൃഷ്ണ. ഞാനിവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ചോദിക്കാം. എല്ലാവർക്കും മനസ്സിലായി?